പ്രിയ പ്രേക്ഷകരെ, നമ്മളിതാ വീണ്ടും മാതൃഭൂമി വീട്ടിലെ മന്ത്രിവിശേഷങ്ങളിലേക്കാണ്. ഭക്ഷണം കഴിക്കാനായി എല്ലാവരും മാതൃഭൂമിയുടെ ക്യാൻറ്റീനിലേക്ക് കടന്നിട്ടുണ്ട്. മന്ത്രിമാരൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ദിവീഷ് മണി അവിടെ നിന്നും അവരുടെ ഒപ്പം ചേരുന്നുണ്ട്. ദിവീഷ്, ഭക്ഷണം കഴിക്കാനുള്ള തുടക്കത്തിലേക്കാണ് കാര്യങ്ങൾ അല്ലേ? മുതുചേരി ഇവിടെ അവർ പ്രാതലിൻ്റെ ഒരുക്കങ്ങളിലേക്ക് അവർ രുചിച്ചു തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ ഒരു സ്നേഹമാണ് തീർച്ചയായും മാതൃഭൂമിയെ സംബന്ധിച്ച്. നൂറ്റാണ്ടിൻ്റെ പാരമ്പര്യമുള്ള ഒരു സ്ഥാപനം, അത് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ സാമൂഹ്യ ചിന്തയിലൊക്കെ എങ്ങനെ ഇടപെട്ടതെന്ന് പ്രേക്ഷകരോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ പുതിയൊരു സർക്കാർ വരുമ്പോൾ തീർച്ചയായും അതിനെ ചേർത്ത് പിടിക്കുക. അവർ നമ്മളോടും കാണിക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മൾ ഈ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ കണ്ട കാര്യം. തീർച്ചയായും നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ട്. വളരെ കാരണം ഇന്നലെയാണ് സത്യപ്രതിജ്ഞ കഴിഞ്ഞത്. വകുപ്പുകൾ ഏതാണെന്ന് അറിയില്ല, പക്ഷെ അവർ നമ്മളോട് സംസാരിക്കാൻ തയ്യാറാവുന്നു. വളരെ സന്തോഷത്തോടുകൂടി നമ്മളിൽ ഒരാളായി സംസാരിക്കുകയാണ്. അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. ചിലരെയൊക്കെ നമുക്കറിയാം, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും മന്ത്രിമാരെ എന്തായാലും ഒരുമിച്ച് കാണുന്നത് നേരിട്ട്. എല്ലാവരും പ്രോട്ടോകോൾ കാര്യങ്ങളില്ലാതെ വളരെ സാധാരണ നിലയിൽ നമുക്ക് ആളുകളെ കാണാൻ കിട്ടുന്ന എല്ലാവരും ഭക്ഷണം കഴിച്ചു തുടങ്ങിയിരിക്കുന്നു. നമുക്ക് അവരൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് അവരോട് സംസാരിച്ചാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം തിരക്കിന്റെ സമയമാണ്. ഇന്നും നാളെയൊക്കെ കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ഒരിക്കലും കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ആളുകളാണ്. എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ച് ടി സ്ഥിതിക്ക് അടക്കമുള്ളവരോട് നമുക്ക് എങ്ങനെയാണ് അവരുടെ തെരഞ്ഞെടുപ്പ് കാലത്തെ രീതികളും അല്ലെങ്കിൽ ഭക്ഷണ രീതികളൊക്കെ ചോദിക്കും. ഭക്ഷണം കഴിക്കുന്നതിന് ബുദ്ധിമുട്ടിക്കില്ല എങ്കിലും ഇപ്പോൾ നിങ്ങളുടെ മുഖ്യമന്ത്രി ഈ ഫലം കാത്തിരിക്കുന്ന സമയത്ത് ഫിറ്റ്നസ്സിലൊക്കെ വളരെ ശ്രദ്ധിച്ചിരുന്നു. അദ്ദേഹം വന്നപ്പോൾ തന്നെ കുറച്ചും കൂടി ഒന്ന് ഫിറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫിറ്റ്നസ് മന്ത്രിസഭയിൽ എല്ലാവരും പാലിക്കണമെന്ന് അദ്ദേഹത്തിനൊരു കർക്കശമുണ്ടോ? അതുകൊണ്ട് കഴിക്കണതിൽ എന്തെങ്കിലും നിയന്ത്രണമുണ്ടോ? രാവിലെ എല്ലാ സമയത്തും വെജിറ്റേറിയൻ ഫുഡേ കഴിക്കുള്ളൂ. രാവിലെ അധിക ദിവസം. അത് കഴിഞ്ഞാൽ ഒരു പിടിയാണല്ലേ? അത് കഴിഞ്ഞാൽ പിന്നെ നോണ് കഴിക്കും. അത് ഞാൻ ഭയാനകമായി ഭക്ഷണം കഴിക്കുന്ന ആളല്ല. ചെറുതായിട്ട് കഴിച്ച് മിനിമം തലത്തിൽ ഭക്ഷണം കഴിച്ച് പോകുന്നതാണ്. പിന്നെ രാവിലെ ചെറിയ വ്യായാമവും കാര്യങ്ങളുണ്ട്. നേരത്തെ നന്നായിട്ട് വ്യായാമം, ഞാൻ ഫുട്ബോൾ നന്നായി കളിച്ചിരുന്നു. ജില്ലാ ലീഗിൽ കളിച്ചിട്ടുണ്ട്, കോളേജ് ടീമിൽ കളിച്ചിട്ടുണ്ട്. പിന്നെ ഫുട്ബോൾ നന്നായി കളിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കോഴിക്കോട് രാവിലെ നടക്കാൻ ഞങ്ങൾ ബീച്ചിലാണ് പോവുക. അവിടെ വെച്ചുകൊണ്ട് ഞങ്ങൾ ബീച്ച് വോളി കളിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറേ, പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പം പിന്നെ ഇതെല്ലാം മിസ്സായിട്ടുണ്ട്. അപ്പോൾ സമയത്തിന് ഒന്ന് ഉറങ്ങാൻ വളരെ വൈകും. ഒരു 1 മണിയൊക്കെ 1:30 ഒക്കെ ആയി വരുമ്പോഴും പിന്നെ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്ന മസാല ശേഷം മതി. ഇനി നമ്മുടെ മന്ത്രിസഭയ്ക്ക് സമയത്തിന് പ്രശ്നമാണ്. ആഹാരം സമയത്തിന് കഴിക്കാത്തതും ഉറക്കം സമയത്തിന് ലഭിക്കാത്തതും എല്ലാവർക്കും ഉണ്ടാവും.